अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नु'मिनु बिहि व नतवक्कलु अलैहि व नऊदु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु अशहदु अल्ला इलाहा इल्लल्लाह व अशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़्क़ लियुज़हिरहु अलद्दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैत अला इब्राहीम व अला आलि इब्राहीम इन्नक हमीदुम मजीद। अल्लाहुम्मा बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकत अला इब्राहीम व अला आलि इब्राहीम इन्नक हमीदुम मजीद। अम्मा बअद फ़इन्न खैरल कलामि कलामुल्लाह व खैरस सुननि सुननु मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्ल मुहदसतिन बिदअ व कुल्ल बिदअतिन ज़लाला व कुल्ल ज़लालतिन फिन्नार। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। या अय्युहल्लज़ीना आमनुत्तक़ुल्लाह हक़्क़ तुक़ातिह वला तमूतुन्न इल्ला व अंतुम मुस्लिमून। अल्लाहुम्मा रब्बि इश्रह ली सदरी व यस्सिर ली अम्री वहलुल उक़दतम मिन लिसानी यफ़क़हू क़ौली। അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയും മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അതീവ ശ്രദ്ധയോടുകൂടി ജീവിതത്തെ കൈകാര്യം ചെയ്യണമേ എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഉള്ളവനെ മറക്കാതെ തന്നെ. പ്രിയപ്പെട്ടവരെ, പുണ്യത്തിൻ്റെ പൂക്കാലമായ റമദാൻ മാസം നമ്മിലേക്ക് എത്തിച്ചേരുവാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത്. നമ്മുടെ മുൻഗാമികൾ അവരാത്മാർത്ഥമായ പ്രാർത്ഥന അവരുടെ പക്കൽ നിന്നുണ്ടായിരുന്നു. റബ്ബേ, ഞങ്ങളിലേക്ക് റമളാനിനെ എത്തിച്ചു തരണേ. ആർക്കാണ് റമളാൻ എന്ന് ചോദിച്ചാൽ വിശ്വാസിനികൾക്കെന്ന് പറയുന്നതിനപ്പുറം ആഫിയത്തും ആരോഗ്യവും ശാരീരികമായ എല്ലാവിധ ത്വാക്കത്തുമുള്ളവർക്കാണ് എന്ന് പറയുന്നതായിരിക്കും ഒന്നും കൂടി അഭികാമ്യം. കാരണം രോഗികളെ സംബന്ധിച്ചിടത്തോളം, വകതിരിവില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധിയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ടവരെ, നോമ്പൊരിക്കലും അവരെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയല്ല. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മുടെ പക്കൽ നിന്നുണ്ടാകണം. പടച്ച റബ്ബേ, റമളാനിനെ പുൽകാനും ആ നിശ്ചിത ദിവസം ആനന്ദത്തോട്, ആഹ്ലാദത്തോട്, ആരോഗ്യത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നാഥാ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാവണം. രണ്ട് വ്യക്തികളുടെ ഒരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അന്ന റജുലൈനി മിൻ ബലിയിൻ, ബലിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്
രണ്ട് വ്യക്തികൾ കടന്നു വരികയും പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്കാണ് അവർ കടന്നു വരുന്നത്. രണ്ടുപേരും ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. വക്കാന ഇസ്ലാമുഹുമാ ജമീഅൻ, രണ്ടുപേരും അവർ ഇസ്ലാം സ്വീകരിച്ചു. അതിലൊരു വ്യക്തി എന്നുള്ളത് ഫക്കാന അഹദുഹുമാ അശദ്ദ ജിത്തിഹാദൻ മിനൽ ആഖർ, ഇരുപേരിൽ ഒരുവൻ അതിശക്തമായി വിശ്രമമില്ലാതെ അശ്രാന്ത പരിശ്രമത്തിലൂടെ ഇബാദത്തുകൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവനാണ്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അടരാടി പോരാടി ഷഹീദാകുന്നുണ്ട് ആ വ്യക്തിത്വം. ഫസ്തുഷ്ഹിദ, ആ വ്യക്തി ഷഹീദാവുന്നുണ്ട്. ഇനി രണ്ടാമത്തെ വ്യക്തി സുമ്മ മകസൽ ആഖറു, അവൻ പിന്നീടും ജീവിക്കുന്നു. ബഅദഹു സന, ഒരു വർഷം കൂടിയും അവൻ ജീവിക്കുന്നുണ്ട്. ആ രണ്ട് വ്യക്തികളും മരണപ്പെടുന്നുണ്ട്. ഈ ഷഹീദായവൻ മരണപ്പെട്ടതിന് ശേഷം ഒരു വർഷം കൂടി കഴിഞ്ഞിട്ടാണ് മറ്റൊരുവൻ മരണപ്പെടുന്നത്. മഹാനായ സ്വഹാബി വര്യൻ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. ഫറഅയ്തു ഫിൽ മനാമി അന ഇൻദ ബാബിൽ ജന്ന, ഞാൻ സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ അരികിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഇന്നന്ന സംഭവങ്ങളുണ്ടായി, ഇന്നന്ന കാര്യങ്ങളുണ്ടായി. ആ കാര്യങ്ങൾ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് സ്വഹാബി വര്യൻ ബോധ്യപ്പെടുത്തുകയാണ്. റസൂലേ, ഈ രണ്ട് വ്യക്തികൾ മരണപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. ആ വ്യക്തികളിൽ ഒന്നാമതായി സ്വർഗത്തിൽ പോയത് ഒരു വർഷം കൂടി ജീവിച്ചവനാണ് റസൂലേ. ഇതിനു മുന്നേ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അടരാടി പോരാടി ഷഹീദായവനല്ല റസൂലേ. ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിച്ചത് അള്ളാഹുവിൻ്റെ റസൂലേ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ത്വൽഹ, എന്തിനാണ് താങ്കൾ അത്ഭുതപ്പെടുന്നത്? എന്തിനാണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ മിൻ അയ്യി ദാലിക തഅജബൂൻ, താങ്കൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, ആ വ്യക്തിയാണ് ഈ വ്യക്തിയേക്കാൾ ആദ്യമായി സ്വർഗത്തിൽ പോയ വ്യക്തിയേക്കാൾ പരിശ്രമിച്ചത് ആ ഷഹീദായ വ്യക്തിയാണ് റസൂലേ. അതുകൊണ്ടാണ് ത്വൽഹ അത്ഭുതപ്പെട്ടത്. അള്ളാഹുവിൻ്റെ റസൂല് ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു, ആ ഷഹീദായതിനു ശേഷവും മറ്റു വ്യക്തി എന്ന് പറഞ്ഞവനുണ്ടല്ലോ, അവൻ ഒരു വർഷം കൂടി ജീവിച്ചില്ലേ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, തീർച്ചയായും ആ വ്യക്തി ജീവിച്ചിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂല് ആ വ്യക്തിയോട് പറയുകയാണ്, വഅദ്റക റമളാന, ആ വ്യക്തിക്ക് റമളാൻ കിട്ടിയിട്ടുണ്ട്. ഫസാമ വസല്ലാ കദാ വകദാ, ആ വ്യക്തി നോമ്പ് നോറ്റിട്ടുണ്ട്, നമസ്കാരങ്ങൾ മുറപ്രകാരം നിർവഹിച്ചിട്ടുണ്ട്, ഒരുപാട് സുജൂദുകൾ ആ വ്യക്തി നിർവഹിച്ചിട്ടുണ്ട്. അത് കാരണത്താലാണ് ആ വ്യക്തി ഒന്നാമതായി സ്വർഗത്തിൽ പോയത്. ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർള്. പ്രിയപ്പെട്ടവരെ, ഷഹീദായവനെ സംബന്ധിച്ചിടത്തോളം അതല്ല ഈ ഒരു വർഷം കൂടി ജീവിച്ച് റമളാനിനെ പുൽകിയവനും തമ്മിൽ ആകാശഭൂമിയോളം വ്യത്യാസമുണ്ടെന്ന് റസൂലുള്ളാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ, ഷഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ കുടുംബത്തിൽപ്പെട്ട 70 ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാൻ അനുവാദം ലഭിക്കുന്ന വ്യക്തിയാണ് ഷഹീദ്. അനുഭൂതികളും ആസ്വാദനങ്ങളും സ്വർഗത്തിൽ അനുഭവിക്കുന്ന വ്യക്തിയാ ഷഹീദ്. എല്ലാം പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഷഹീദ്. ആ ഷഹീദിനേക്കാൾ മഹത്വം പ്രിയപ്പെട്ടവരെ, ഈ റമളാനിന്റെ ദിനങ്ങൾ പുൽകിയവൻ, അനുഭവിച്ചവൻ, ആനന്ദിച്ചവനെ, ആസ്വദിച്ചവനെ, രുചിച്ചവനുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്താണ്.
ഇതെപ്പോഴാണ് നമുക്ക് മനസ്സിലാവാന്നറിയോ? ഹജ്ജാജ് ബിൻ യൂസഫ് അസ്സഖഫി എന്ന് പറഞ്ഞൊരു വ്യക്തിത്വം ഇസ്ലാമിക ചരിത്രത്തിലേക്ക് കടന്നു പോയിട്ടുണ്ട്. അത്ര നല്ല വ്യക്തിയൊന്നും ആയിരുന്നില്ല. തലകളറുത്ത് ചോരകൾ ഒറ്റിച്ചു വീഴ്ത്തുവാൻ ഏറെ താല്പര്യം കാണിച്ചിരുന്ന ഹജ്ജാജ് ബിൻ യൂസഫ് ഒട്ടനവധി സഹാബാക്കളുടെ മരണത്തിനടക്കം കാരണമായ ഒരു വ്യക്തിത്വമാണ് ഹജ്ജാജ് ബിൻ യൂസഫ് അസ്സഖഫി. ഇദ്ദേഹം ഒരു യാത്രയിലാണ്. ഭരണ സംവിധാനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഭടന്മാരുണ്ട്, ധ്വജവാഹകരുണ്ട്, എല്ലാവരും കൂടെ ഒരു യാത്രയിലാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുകയാണ്. അങ്ങനെ വിഭവസമൃദ്ധമായ റോയൽ ഫുഡാണ് ഹജ്ജാജ് ബിൻ യൂസഫിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. എത്ര ക്രൂരനായ വ്യക്തിയാണെങ്കിലും അറബികളുടെ ഒരു സ്വഭാവമാണ് മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. ചില ഗോത്രക്കാരുടെ സ്വഭാവം. ഇതേ സ്വഭാവക്കാരനായിരുന്നു ഹജ്ജാജ് ബിൻ യൂസഫും. ഹജ്ജാജ് ബിൻ യൂസഫ് ഒരു വ്യക്തിയെ ആവശ്യപ്പെടുന്നുണ്ട്, എന്നോടൊപ്പം ഭക്ഷിക്കുവാൻ, വദാ കഴിക്കുവാൻ ഒരു വ്യക്തിയെ നിങ്ങൾ അന്വേഷിക്കണം, ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തണം. ഫലം യജിദൂ ഇല്ലാ അറാബിയൻ, ഒരു അറാബിയെ, ഒരു അനർബിയെ മാത്രമാണ് ഈ ഹജ്ജാജ് ബിൻ യൂസഫിൻ്റെ ഭടന്മാർക്ക്, ധ്വജവാഹകർക്ക് ഹജ്ജാജ് ബിൻ യൂസഫിനോടൊപ്പം ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒപ്പം ഇരിക്കാൻ വേണ്ടിയിട്ട് ലഭിച്ചത്. അങ്ങനെ ഈ അറാബി വന്നു. അറാബികൾ ആരാണ് എന്ന് അറിയണം. ഈ ചരിത്രം നമ്മൾ അറിയുന്നതിന് മുന്നേ പ്രിയപ്പെട്ടവരെ, അറാബികൾ എന്നുള്ളത് സ്വന്തം കാര്യത്തിനോട് വലിയ താല്പര്യമുള്ളവരാ. നമുക്കറിയാലോ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ മൂത്രമൊഴിച്ച വ്യക്തിയാണ് അറാബി. സഹാബത്ത് കാർക്കശ സ്വഭാവത്തോടുകൂടി ഈ വ്യക്തിയെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. റസൂലുള്ളാഹി തടഞ്ഞു. ആ വ്യക്തി അത് പൂർത്തീകരിക്കട്ടെ. വെള്ളമൊഴിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അറാബി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഉണ്ട്, എനിക്കും മുഹമ്മദിനും കാരുണ്യം ചെയ്യട്ടെ എന്ന്. അവിടെ കുറേ സഹാബത്ത് നിൽക്കുന്നുണ്ട്. എന്നോട് ഇങ്ങനെ പെരുമാറിയത് കാരണത്താൽ പടച്ച റബ്ബിൻ്റെ കാരുണ്യം അവർക്ക് കിട്ടരുത് എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് അറാബി. മറ്റൊരു ചരിത്രമുണ്ട് അറാബികളെ സംബന്ധിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പറയുന്നുണ്ട്, റസൂലേ, സ്വർഗത്ത് പോകാനുള്ളൊരു പ്രവർത്തനങ്ങൾ പഠിപ്പിച്ചു തരണം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു കൊടുത്തു, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇതൊക്കെ ചൊല്ലിക്കോ. അപ്പോൾ ഈ വ്യക്തി ചോദിച്ചത്, ഇതൊക്കെ അള്ളാഹ്ക്കുള്ളതല്ലേ, എനിക്കുള്ള വല്ലതും പഠിപ്പിച്ചു തരുമോ എന്നുള്ളതാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കാണ്, നിങ്ങൾ അല്ലാഹുമ്മ ഗുഫ്ർലി എന്ന് പറഞ്ഞു, അല്ലാഹുമ്മ റഹംനി എന്ന് പറഞ്ഞു, അല്ലാഹുമ്മ റുസുഖ്നി എന്ന് പറഞ്ഞു. അള്ളാഹു എനിക്ക് കാരുണ്യം ചെയ്യണേ, എനിക്ക് റിസ്ക് പ്രദാനം ചെയ്യണേ, എനിക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് സമാധാനമായത്. സ്വന്തം കാര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് അറാബികൾ, പ്രിയപ്പെട്ടവരെ. ഒരു അറാബിയെയാണ് ഹജ്ജാജ് ബിൻ യൂസഫ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു വന്നിരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ഈ വ്യക്തി ഞാനില്ല എന്ന് പറഞ്ഞ് നിരസിച്ചു ആ വിഷയത്തെ, ആ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെ. അപ്പോൾ ഭക്ഷണത്തിൻ്റെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആടിൻ്റെ ലഹമുണ്ട്, അതുപോലെ അറബി ഭാഷയിൽ വ്യത്യസ്തമായ പദപ്രയോഗങ്ങളുള്ള സുന്ദരമായ ഭക്ഷണങ്ങൾ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വ്യക്തി പറഞ്ഞു, ഇതിനേക്കാൾ വലിയൊരു വിരുന്ന് മറ്റൊരു വ്യക്തി എനിക്കൊരുക്കിയിട്ടുണ്ട്. ഞാൻ ആ വിരുന്നാണ് ആഗ്രഹിക്കുന്നത്, ഞാൻ ആ ഒരു വിരുന്നാണ് ആസ്വദിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. പ്രിയപ്പെട്ടവരെ, കാരണം ഹജ്ജാജ് ബിൻ യൂസഫിനെ പോലെ ഇത്ര നല്ലൊരു ഭക്ഷണം ഈ അറാബിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ കിട്ടണമെന്നില്ല. അത്രയും നല്ല ഭക്ഷണം എന്നാണ്. അദ്ദേഹം അതിനെ നിരസ്കരിക്കുകയാണ്. ഇതിനേക്കാൾ വലിയൊരു വിരുന്ന് എൻ്റെ റബ്ബ് എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പം ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പ് നോൽക്കാതെ ഇത് തുറക്കാൻ, ഇത് മുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹജ്ജാജ് ബിൻ യൂസഫ് പറയുന്നുണ്ട്, ഭക്ഷണത്തിനെ കുറിച്ച് വീണ്ടും വിശദീകരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, താങ്കൾക്ക് നാളെ നോമ്പ് നോൽക്കാലോ, റമദാനല്ല, താങ്കൾക്ക് നാളെ നോമ്പ് നോൽക്കാമല്ലോ, ഇന്ന് താങ്കൾക്ക് നോമ്പ് മുറിക്കാം. ഈ വ്യക്തി ഹജ്ജാജ് ബിൻ യൂസഫിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നാളെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന്
അമീറേ, താങ്കൾക്ക് ഉറപ്പ് നൽകാൻ സാധിക്കുമെങ്കിൽ ഞാൻ നോമ്പ് മുറിക്കാമെന്നുള്ളതാ. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിൽ നമുക്കൊട്ടനവധി പാഠങ്ങളുണ്ട്. റമദാൻ നമ്മിലേക്ക് വന്നെത്തുമോ എന്ന് നമുക്കറിയില്ല. അതിനെ പുൽകാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. 30 ദിവസത്തെയും നോമ്പ് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ അനുഭവിച്ചറിയാൻ കഴിയുമോ എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കറിയില്ല. ലഭിക്കുകയാണെങ്കിൽ റബ്ബിന്റെ തൗഫീക്ക് കൊണ്ട് അത് ആസ്വദിക്കാൻ റഹ്മാനായ റബ്ബ് അവസരം നൽകുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉപയോഗപ്പെടുത്തിയേ മതിയാകൂ. നമ്മളതിനെ അനുഭവിച്ചേ മതിയാകൂ. കാരണം റമദാൻ വരുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ഖുത്ബയിലൂടെ നാം മനസ്സിലാക്കി. നമ്മുടെ ഈമാനിനൊക്കെ പുതുക്കി പണിയണമെങ്കിൽ പുതുക്കി പണിയണം. നമ്മുടെ ഈമാനിൽ കുറവുണ്ടെങ്കിൽ അതിനെ ഒന്ന് വൃത്തിയാക്കി പരിശുദ്ധമാക്കിയിട്ട് വിശുദ്ധിയോടുകൂടി റമദാനിലേക്ക് പ്രവേശിക്കണം. പ്രിയപ്പെട്ടവരെ, ഇനി റമദാൻ വന്നു കഴിഞ്ഞാൽ നാം പ്രവർത്തിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്നുള്ളത് നല്ല ഉദ്ദേശം തന്നെയാണ്. നല്ലൊരു നിയ്യത്ത് നമുക്കുണ്ടാകണം. കേവലം എല്ലാവരും നോമ്പ് നോൽക്കുന്നു, ഞാനും നോൽക്കുന്നു അല്ല. എല്ലാവരും പള്ളിയുടെ ബക്കറ്റിൽ ഒരു 10 ഉറുപ്പിക ഇടണോ, ഞാനും ഇടണോ അല്ല. എല്ലാവരും തറാവീഹ് നമസ്കരിക്കുന്നു, ഞാനും വന്ന് നമസ്കരിക്കുന്നു അല്ല. പ്രിയപ്പെട്ടവരെ, ശുദ്ധമായ നിയ്യത്ത് നമുക്കുണ്ടാകണം. പടച്ച റബ്ബേ, എനിക്കിന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നീ ഞങ്ങൾക്ക് നൽകാൻ പോകുന്ന പ്രതിഫലമാണ് ഈമാനൻ വഹ്തിസാബ. ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോട് കൂടിയിട്ടാണ് റബ്ബേ ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം പ്രിയപ്പെട്ടവരെ ഉണ്ടാകണം. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ലഖദ് തറക്തും ബിൽ മദീനതി അഖ്വാമാ, മദീനയിൽ കുറച്ച് ആളുകളെ മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് ആളുകൾ അവിടെ ബാക്കിയായിട്ടുണ്ട്. മാസിർതും മസീറാ, നിങ്ങൾ യാത്ര ചെയ്യുന്നത് പോലെ അവർ യാത്ര ചെയ്യുന്നില്ല. വലാം ഫക്തും മിൻ നഫഖാ, നിങ്ങൾ ചെലവഴിക്കുന്നത് പോലെ അവർ ചെലവഴിക്കുന്നില്ല. വലാ ഖതഅതും മിൻ വാദിൻ, നിങ്ങൾ മലകളും അതുപോലെ പ്രവിശ്യകളും താണ്ടിക്കടന്നുകൊണ്ട് യാത്ര ചെയ്യുന്നത് പോലെ അവര് ചെയ്യുന്നില്ല. ഇല്ലാ വഹും മഅക്കും, ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അവർ നിങ്ങളോടൊപ്പം പ്രതിഫലങ്ങൾ വാങ്ങുന്നതിൽ ഒപ്പമുണ്ടാകും. എന്തുമായി ബന്ധപ്പെട്ടെന്നറിയോ ഈ ഹദീസ്? യുദ്ധത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും പുറപ്പെടുക. കുറച്ച് ആളുകൾക്ക് പോരാൻ കഴിഞ്ഞില്ല, കുറച്ച് ആളുകൾക്ക് റസൂലുള്ളാഹിനോടൊപ്പം ഒപ്പം കൂടാൻ കഴിഞ്ഞില്ല. അവരെ പറ്റിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുക, ലഖദ് തറക്തും ബിൽ മദീനതി അഖ്വാമൻ മാ സിർതും മസീറ വലാ അൻഫഖ്തും മിൻ നഫഖ വലാ ഖതഅതും മിൻ വാദിൻ. നിങ്ങളെപ്പോലെ മലകളും കുന്നുകളും കടന്ന് അവരെ യാത്ര ചെയ്ത് യുദ്ധത്തിൻ്റെ ഭൂമിയിലേക്ക് പോയിട്ടില്ല സ്വഹാബ. പക്ഷെ നിങ്ങളെപ്പോലെ പ്രതിഫലം അവർ വാങ്ങും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിൻ്റെ ഒരു ഉദ്ദേശം, അവർക്ക് വരാൻ കഴിയാതിരുന്നത് അവരുടെ ആഗ്രഹം അതായതുകൊണ്ടല്ല. യുദ്ധത്തിൽ നിന്ന് മാറി എൻ്റെ ശരീരത്തിൽ പോറലേൽക്കരുത്, വേദനകൾ അനുഭവിക്കരുത്, എൻ്റെ കുടുംബത്തിന് അത്താണി ഉണ്ടാവില്ലല്ലോ എന്ന ചിന്തയൊന്നായിരുന്നില്ല അവർക്ക്. അവർക്ക് രോഗം കാരണമാ, അവരുടെ മാതാപിതാക്കള് വൃദ്ധരായത് കാരണത്താലാണ്, അവരുടെ ഭാര്യമാര് രോഗിയായത് കാരണത്താലാണ്. നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റിയിട്ട് പല കിംവദന്തികളും പടർന്നു പന്തലിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഉസ്മാൻ ബദറിൽ പങ്കെടുത്തിട്ടില്ലല്ലോ, ആദ്യകാല മുസ്ലിമീങ്ങളിൽപ്പെട്ട വ്യക്തിത്വമായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. എന്തേ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചത്. മകൾക്ക് രോഗാണ്, മാറി നിന്ന പ്രയാസാണ്, റസൂലുള്ളാഹിന്റെ അനുവാദം മൂലം നിന്നതാ. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനാണ് ബദറിൽ പങ്കെടുത്ത എല്ലാ പോരിശയും ഗനീമത്ത് സ്വത്തുമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒട്ടനവധി സഹാബത്തുണ്ട്. അവരെ പറ്റിയിട്ട് റസൂലുള്ളാഹി പറയാണ്, അവരുടെ വരാതിരിക്കാൻ കഴിയാതിരുന്നത് അവരുടെ രോഗമാണ്, വൃദ്ധ മാതാപിതാക്കൾ ഉള്ളത് കൊണ്ടാണ്, ഭാര്യമാർ രോഗിയായതുകൊണ്ടാണ്, അല്ലാതെ അവരുടെ ആഗ്രഹം
അവരെ മാനസികമായി ഒരുങ്ങാനിട്ടൊന്നല്ല, അതുകൊണ്ട് അവർക്ക് പ്രതിഫലം ഉണ്ട് എന്നാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയ്യത്താണ് നന്നാക്കണം. പടച്ചോനെ, റമളാനിൽ ഇത്ര ഖത്തംക്ക് തീർക്കണം. പടച്ചോനെ, എൻ്റെ രാത്രി നമസ്കാരങ്ങൾ മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും റമളാനിൻ്റെ രാത്രികളിൽ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി നമസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കുമെന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പടച്ച റബ്ബേ, എൻ്റെ റമളാൻ കൊണ്ട് എനിക്ക് എൻ്റെ പാപങ്ങൾ കരിച്ചു കളയാൻ ആ ദിവസങ്ങൾ കൊണ്ട് എനിക്ക് സാധിക്കണം എന്നൊരു ചിന്ത പ്രിയപ്പെട്ടവരെ നമുക്കിപ്പോഴേ ഉണ്ടാകണം. ഫാത്തിഹയും അൽ ബഖറയും ആലു ഇംറാനും നിസാഉം മാഇദയും അൻആമും അഅറാഫും അൻഫാലും തൗബയും യൂനസും ഹൂദും യൂസഫും ആദും, അങ്ങനെ 114 സൂറത്തുകളിലൂടെ ഉറ്റാലോചിച്ചുകൊണ്ട് ആനന്ദം കണ്ടെത്തി മനോഹരമായി പാരായണം ചെയ്യാൻ പടച്ച റബ്ബേ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന മനസ്സറിഞ്ഞുകൊണ്ടുള്ള നിയ്യത്തുകൾ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. ഫമൻ ഹമ്മ ബിഹസന ഫലം യഅമൽഹാ. ഒരാളെ ഒരു നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ചെയ്യാൻ അവൻ്റെ ശാരീരിക പ്രതിസന്ധികൾ കൊണ്ടോ മാനസിക പ്രതിസന്ധികൾ കൊണ്ടോ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഫലം യഅമൽഹാ, അവന് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് നിയ്യത്തുകൾ ഏറ്റവും മനോഹരമായി പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വഅലാ ഖദ്രി നിയ്യത്തിൽ അബ്ദി വഹിമ്മതിഹി വമുറാദിഹി വറഗ്ബതിഹി യകൂനു തൗഫീഖുല്ലാഹി ലഹു വഇആനാ. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു വാചകമാണ്. ഒരു വ്യക്തിക്ക് റഹ്മാനായ റബ്ബ് ഒരു പ്രവർത്തനം ചെയ്യാനുള്ള തൗഫീക്ക് എങ്ങനെയാണ് കൊടുക്കുക എന്നറിയുമോ? വഅലാ ഖദ്രി നിയ്യത്തിൽ അബ്ദ്, അവൻ്റെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. വഹിമ്മതിഹി വമുറാദിഹി, അവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവൻ്റെ ഇച്ഛാശക്തിക്കനുസരിച്ചാണ് പടച്ച റബ്ബ് അതിനുള്ള തൗഫീക്ക് കൊടുക്കുക. യകൂനു തൗഫീഖുല്ലാഹി ലഹു വഇആനാ, അതിനുള്ള സഹായമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. പടച്ച റബ്ബിനോട് എങ്ങനെയാണ് ആ കർമ്മത്തിൻ്റെ വിഷയത്തിൽ നിന്റെ മനസ്സനുഭവിക്കുന്നത്, നിന്റെ മനസ്സെന്താണോ ചിന്തിക്കുന്നത്? പടച്ച റബ്ബേ, റമളാനാണല്ലോ വരുന്നത്, ശക്തമായ ചൂടാണല്ലോ, എങ്ങനെയാണ് ഞാൻ നോമ്പ് നോൽക്കുക എന്ന ചിന്തയാണോ? പ്രിയപ്പെട്ട മുസ്ലിമേ, നാം തിരുത്തേണ്ടതുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം തിരുത്തേണ്ടതുണ്ട്. മനുഷ്യന്റെ മനസ്സറിയുന്ന, മനുഷ്യന്റെ ശരീരത്തെ വിഭാവന ചെയ്ത, മനുഷ്യന്റെ ആരോഗ്യാവസ്ഥകൾ അറിയുന്ന റബ്ബാണ് ആ നോമ്പ് നമുക്ക് സംവിധാനിച്ചത്. നമ്മൾ ചൂടാണ്, മറ്റേതാണ്, ഇന്നതാണ്, ഇന്ന പ്രയാസമാണ്, ഇന്ന പ്രതിസന്ധിയാണെന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുമ്പോ, അതിൻ്റെ പ്രതിസന്ധികൾ പറയുമ്പോ 1400 ചില്ലാന വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് ഇതിലും ഉഷ്ണമായ കാലഘട്ടത്തിലാ നോമ്പ് നോറ്റിരുന്നത്. അവർ നോമ്പിൻ്റെ സമയത്ത് ചൂട് സഹിക്കാൻ കഴിയാതെ വീപ്പക്കുറ്റിയിൽ നിറച്ച വെള്ളത്തിലിറങ്ങുമായിരുന്നുവെന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോൾ, അവരുടെ ശരീരം തണുപ്പിക്കാൻ വേണ്ടി വീപ്പക്കുറ്റിയിൽ ഇറങ്ങുമായിരുന്നുവെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, ശീതീകരിച്ച പള്ളികളല്ല അവർക്കുള്ളത്, കാലിന് തണുപ്പേകുന്ന കുഷ്യനുകളല്ല അവർക്കുള്ളത്, മണലിൽ നിന്നുകൊണ്ടാണ് അവർ നമസ്കരിച്ചത്, ശക്തമായ ചൂടിൽ നിന്നുകൊണ്ടാണ് അവർ ഇബാദത്ത് ചെയ്തത്. അവർക്കാണല്ലോ സ്വർഗമുണ്ടെന്ന് പറഞ്ഞത്. അവരോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമുക്കും സ്വർഗം കിട്ടണമെങ്കിൽ ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞല്ലോ, വഅലാ ഖദ്രി നിയ്യത്തിൽ അബ്ദി വഹിമ്മതിഹി വമുറാദിഹി വറഗ്ബതിഹി, അങ്ങേയറ്റത്തെ ആഗ്രഹം വേണം. റബ്ബേ, എനിക്ക് ആ നോമ്പ് ഏറ്റവും സുന്ദരമായി ഉപയോഗപ്പെടുത്തണമെന്ന ആഗ്രഹമുണ്ടല്ലോ, പ്രവർത്തനമുണ്ടല്ലോ, പ്രാർത്ഥനയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അതിനനുസരിച്ച് റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടാകുമെന്നാ, അതിനനുസരിച്ച് റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടാവും. നമ്മുടെ മുൻഗാമികൾ അങ്ങനെ പ്രിയപ്പെട്ടവർ. നിങ്ങൾ നോക്കിയേ, ഖാല അഹദു മിനസ് സലഫ് ഹീന മൗത്ത്, സലഫുകളിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് കരയുകയാണ്. അബ്കി അൻ യസൂമ സ്വായിമൂൻ വലസ്തു ഫീഹിം. ഞാൻ എന്തേ കരയാനുള്ള കാരണം എന്നറിയോ? ഒട്ടനവധി ആളുകൾ നോമ്പ് നോറ്റുകൊണ്ടേയിരിക്കും. വലസ്തു ഫീഹിം, അവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവില്ലല്ലോ, ഞാൻ മരിച്ച.
അതേപോലെ ഒട്ടനവധി ആളുകൾ നമസ്കരിച്ചുകൊണ്ടേയിരിക്കും. അവരിൽ ഞാനുണ്ടാവുകയില്ലല്ലോ. ഒട്ടനവധി ആളുകൾ ദിക്റുകളിലും ദുആകളിലും മുഴുകിക്കൊണ്ട് ജീവിക്കും. അവരിൽ ഞാനുണ്ടാവില്ലല്ലോ എന്നോർത്ത് കരഞ്ഞതാ. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും കടങ്കഥകളോ പഴഞ്ചൊല്ലുകളോ മുത്തശ്ശി കഥകളൊന്നുമല്ല. മുൻഗാമികളായ സ്വഹാബത്തിൻ്റെ ജീവിതമാണ് നമ്മൾ കേട്ടത്. മുൻഗാമികളായ സലഫിൻ്റെ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ടത്. മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ജീവിത ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അയവിറക്കിയത്. നമ്മൾ നാളെ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് പാഥേയമാണുള്ളത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. വീട് വെക്കുമ്പോൾ ചുരുങ്ങിയത് അതിൻ്റെ സ്ട്രക്ചർ വർക്കിനുള്ള പണമെങ്കിലും കണ്ടെത്തിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങുക. തറയിടാനുള്ള പണമെങ്കിലും കണ്ടിട്ടാണ് പ്രിയപ്പെട്ടവർ അതിനു വേണ്ടി ഒരുങ്ങുക. റമളാൻ വരുന്നതിന് മുന്നേ തൂബാ ലിമൻ ത്വഹറ ഖൽബ, മംഗളമുണ്ട് ഹൃദയത്തെ ശുദ്ധീകരിച്ചവനെ, മംഗളമുണ്ട് സ്വന്തം നഫ്സിനെ ശുദ്ധീകരിച്ചവനെ എന്ന് റസൂലുള്ളാഹി മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ വചനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാവർത്തികമാക്കണം. നമ്മുടെ നിയ്യത്ത് അത്രയും സുന്ദരമാകണം. ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം. റമളാൻ എന്നുള്ളത് എല്ലാം ഒരുമിച്ച് വരുന്ന സുന്ദരമായൊരു മാസമാണ് പ്രിയപ്പെട്ടവരെ. ഷഹ്റു ദുആ ആണ്, പ്രാർത്ഥനയുടെ മാസമാണ് റമളാൻ. ഷഹ്റുൽ ഖുർആനാണ്, ഖുർആനിൻ്റെ മാസമാണ് റമളാൻ. പ്രിയപ്പെട്ടവരെ, ഷഹ്റു സ്വലയാണ്, നമസ്കാരത്തിൻ്റെ മാസമാണ് പ്രിയപ്പെട്ടവരെ റമളാൻ. ഷഹ്റു സബ്റാണ്, ക്ഷമയുടെ മാസമാണ് പ്രിയപ്പെട്ടവരെ റമളാൻ. എല്ലാം ഒത്തൊരുമിച്ച് വരുന്ന സുന്ദരമായ ദിനങ്ങളെ പുലുകാൻ, ആനന്ദത്തോടെ വരവേൽക്കാൻ, ആഹ്ലാദത്തോടെ സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നല്ലൊരു മുന്നൊരുക്കങ്ങൾ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹന്നാസ് ഉസീകും ഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റമളാൻ എന്ന ഒട്ടനവധി കർമ്മങ്ങൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനും ഏറ്റവും നന്നായി പ്രവർത്തിക്കാനും കഴിയുന്നൊരു മാസം നമ്മിൽ വരുന്നതിന് മുന്നേ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി. പലപ്പോഴും നമസ്കാരത്തിനും നോമ്പിനും, നോമ്പ് തുറപ്പിക്കാനും, സദഖ കൊടുക്കുന്ന രംഗത്തും സക്കാത്ത് കൊടുക്കുന്ന രംഗത്തും മുൻനിരയിലുള്ള പല വ്യക്തിത്വങ്ങളും കുടുംബരംഗത്തേക്ക് നോക്കുമ്പോൾ വളരെ ദയനീയമായ, വളരെ സങ്കടകരമായ അവസ്ഥകളാണ് പ്രിയപ്പെട്ടവരെ. വളരെ ഗൗരവമാണ്. ഏട്ടനും അനുജനും തെറ്റാണ്, ഉമ്മയും മക്കളും പിണക്കത്തിലാണ്, ഭാര്യയും ഭർത്താവും സ്വാരസ്യങ്ങൾ നിറഞ്ഞ ജീവിതമാണ്, ബന്ധുക്കൾ പരസ്പരം മിണ്ടുന്നില്ല, അപ്പുറത്തെ അയൽവാസിയോട് മിണ്ടാത്ത അവസ്ഥകളാണ്. നമ്മുടെ കർമ്മങ്ങളെ ബാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അല്ലാഹ് സ്വീകരിക്കൂല, അല്ലാഹ് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തൂല. അള്ളിറൂ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക, ഒരു നന്നാവൊന്ന് നോക്കട്ടെ എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന പ്രിയപ്പെട്ടവരെ. ലാ യഹില്ലു ലിറജുലിൻ അയഹ്ജുറ അഖാഉ ഫൗക സലാസി ലയാൽ. ഒരു വ്യക്തിക്ക് അനുവദനീയമല്ല 3 ദിവസത്തിന് മേൽ തെറ്റി നിൽക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചന. രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുന്നു, അവൻ ഇങ്ങോട്ടും ഇവൻ അങ്ങോട്ടും തലതിരിക്കുന്നു. അവരിൽ ഏറ്റവും ഉത്തമൻ സലാം കൊണ്ട് തുടക്കം കുറിക്കുന്നവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ നാട്ടിലെ ഏതെങ്കിലും അബ്ദുൽ ഖാദിറിനോടോ ഏതെങ്കിലും റഹ്മാനോടോ തെറ്റി നിന്നതിൻ്റെ പേരിൽ പടച്ച റബ്ബിൻ്റെ, റഹ്മാനായ ഖാദിറായ റബ്ബിൻ്റെ മുന്നിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ റബ്ബിൻ്റെ വജ്ഹ് കാണാൻ കഴിയാത്ത അവസ്ഥ, ആ സ്വർഗം കിട്ടാത്ത അവസ്ഥ നമുക്കുണ്ടാകുമെന്നുള്ളത്. അതുകൊണ്ട് തെറ്റുകളും പിണക്കങ്ങളും ഒക്കെ
അത് പരിഹരിക്കണം പ്രിയപ്പെട്ടവരെ. ഒരു ദിവസം പോലും നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിമീൻ, അതേ സ്വർഗത്തിൽ പ്രവേശിക്കില്ല കുടുംബബന്ധം മുറിച്ചവനെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പൊറുക്കാനും മാപ്പ് കൊടുക്കാനൊക്കെ പ്രിയപ്പെട്ടവർ നമുക്ക് കഴിയും. ഇസ്ലാമിക ചരിത്രത്തിൽ അബ്ദുല്ലാഹിബ്നു സുലൂൽ റഈസുൽ മുനാഫിഖീൻ, കപട വിശ്വാസികളുടെ നേതാവാണ്. ആ വ്യക്തി ചെയ്ത പണി എന്താ? സുഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല അൻഹുവും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയും നടക്കാൻ പാടില്ലാത്തത് നടന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച വ്യക്തിയാണ് അബ്ദുല്ലാഹിബ്നു സുലൂൽ. അങ്ങനെ പ്രചരിപ്പിച്ച വ്യക്തിയെ അബ്ദുല്ലാഹിബ്നു സുലൂൽ. ആ അബ്ദുല്ലാഹിബ്നു സുലൂലിന്റെ മയ്യത്ത് അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കരിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണം. പല സഹാബ വനിതകളത് ഏറ്റെടുത്തു പോയി. ആയിഷ എൻ്റെ അടുത്ത് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള നിലക്ക് അവർക്ക് ആയിഷ ബീവി പുറത്തു കൊടുത്തിട്ടുണ്ട്. സ്വന്തം ഭാര്യയെപ്പറ്റി വ്യഭിചാരാരോപണം പറയാന്നുള്ളത് നിസ്സാരമല്ലല്ലോ, അത് കുട്ടിക്കളിയല്ലല്ലോ. തന്നെപ്പറ്റി മോശമായ പ്രയോഗങ്ങൾ, വാചകങ്ങൾ, വാർത്തകൾ പ്രചരിപ്പിച്ചു എന്നുള്ളത് നിസ്സാരമല്ലല്ലോ. അവർക്ക് ആ മഹത് വ്യക്തിത്വങ്ങൾ പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹുവിനെയും സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയെയും അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിനെയും യാസർ റളിയല്ലാഹു തആല അൻഹുവിനെയും ഒക്കെ ക്രൂരമായി മർദ്ദിച്ച വ്യക്തികളുടെ മുന്നിൽ വന്നിട്ട് ആ റസൂലുള്ളാഹി പറഞ്ഞ് അൻതും മുത്തലഖ, നിങ്ങളൊന്ന് സ്വതന്ത്രരാണ്. സഹാബത്തൊക്കെ പറഞ്ഞു രക്തച്ചൊരിച്ചിലിൻ്റെ ദിവസം നമ്മുടെ സുമയ്യനെ, അമ്മാറിനെ, യാസറിനെ, ബിലാലിനെ വേദനിപ്പിച്ചിട്ട് മുന്നിക്കാ പോണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ഇല്ല, അവർ സ്വതന്ത്രരാണ്, മാപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞത്. നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച നൽകുന്നവനാ, എനിക്ക് പുറത്തു തരണേ, മാപ്പ് തരണേ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിരിക്കാത്തതിൻ്റെ പേരിൽ, ഒരു കല്യാണത്തിന് വിളിക്കാത്തതിൻ്റെ പേരിൽ, ഒരു 4 അടി സ്ഥലത്തിൻ്റെ പേരിൽ, ഒരു ഭാഗം വെക്കും അരസഞ്ച് കുറഞ്ഞതിൻ്റെ പേരിൽ തെറ്റി വിദ്വേഷം വെച്ച്, അസൂയ വെച്ച്, പക വെച്ച് നാം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ പടച്ച റബ്ബ് സ്വീകരിക്കുമോ എന്ന വിഷയത്തിൽ നാം ഭയപ്പെടേണ്ടതിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പ്രതിസന്ധികളിൽ അനുഭവിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങൾക്കും വിശാലമായ മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറിലും ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, റമളാൻ ഏറ്റവും നല്ല ആരോഗ്യത്തോടു കൂടി ഞങ്ങൾക്കത് വരവേൽക്കാനും പൂർണ്ണമാക്കാനുമുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി ഉമ്മമാർ, സഹോദരിമാർ, ഉപ്പമാർ, സഹോദരന്മാർ, അല്ലാഹുവേ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാ. സാമ്പത്തിക പ്രതിസന്ധികളിൽ ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ പരിഹാരമേകണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിന് എന്നും ഇസ്സത്ത് നൽകണേ അല്ലാ. ഫലസ്തീനിൻ്റെ മക്കൾ ഇന്നും പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, അല്ലാഹുമ്മ അൻസുർ, അല്ലാഹുവേ അവരെ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ അവരെ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ അവരെ സഹായിക്കണേ റബ്ബേ. അല്ലാഹുവേ, ദീൻ പഠിപ്പിച്ചിരുന്ന ഉസ്താദുമാർ, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ പലരും മരണപ്പെട്ടു പോയി. ഖബറിടം വിശാലമാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം വിശാലമാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഒക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി വ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഅതിഖ്നാ മിനൻ നാർ. اللهم أدخلنا الجنة يا رب العالمين. اللهم بلغنا رمضان، اللهم بلغنا رمضان، اللهم بلغنا رمضان. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.